വെനസ്വേലയിലെ ചില ഭാഗങ്ങളിൽ അടുത്തിടെയുണ്ടായ ശക്തമായ ഭൂചലനം ലോകമെമ്പാടുമുള്ള ഭൂകമ്പ ഭീഷണികളിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. കരീബിയൻ ടെക്ടോണിക് പ്ലേറ്റിന്റെയും ദക്ഷിണ അമേരിക്കൻ ടെക്ടോണിക് പ്ലേറ്റിന്റെയും അതിർത്തിക്ക് സമീപമാണ് വെനസ്വേല സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഭൂചലനങ്ങൾക്ക് സാധ്യതയേറെയാണ്. ഈ ഘട്ടത്തിൽ ഭൂകമ്പങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്, അവ മുൻകൂട്ടി കൃത്യമായി പ്രവചിക്കുന്നതിലെ ബുദ്ധിമുട്ടെന്താണ്, ഇത്തരം ദുരന്തങ്ങൾ നേരിടാൻ രാജ്യങ്ങൾ എങ്ങനെ കൂടുതൽ സജ്ജരാകണം എന്നതിനെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന ഭൂകമ്പ സാധ്യതയുള്ള നിരവധി സീസ്മിക് മേഖലകൾ രാജ്യത്തുള്ളതിനാൽ ഈ സംഭവം ഭൂകമ്പ പ്രതിരോധ സന്നദ്ധത, ശാസ്ത്രീയ പഠനങ്ങൾ, ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എന്നിവ പുനഃപരിശോധിക്കാനുള്ള ഒരു അവസരമായാണ് കണക്കാക്കപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ പെട്ടെന്നുണ്ടാകുന്ന ശക്തമായ കുലുക്കത്തെയാണ് ഭൂകമ്പം എന്ന് വിളിക്കുന്നത്. ഭൂമിയുടെ പുറംപാളികളിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ചലനങ്ങളാണ് ഇതിന് കാരണം. ഭൂമിയുടെ ദൃഢമായ പുറംപാളിയായ ലിത്തോസ്ഫിയർ ഒരൊറ്റ ഘടകമല്ല. അത് ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നറിയപ്പെടുന്ന നിരവധി വലുതും ദൃഢവുമായ പാളികളായി വിഭജിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഒരു വലിയ പസിലിന്റെ കഷ്ണങ്ങൾ പോലെ ഇവ പരസ്പരം ചേരുന്നവയാണ്. ഈ പ്ലേറ്റുകൾ നിരന്തരം വളരെ സാവധാനത്തിൽ ചലിച്ചുകൊണ്ടിരിക്കും. ചിലപ്പോൾ ഇവ പരസ്പരം തെന്നി നീങ്ങുകയും ചിലപ്പോൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും ചെയ്യും. പ്ലേറ്റുകൾ ചലിക്കുന്നതിനിടെ അവയുടെ വശങ്ങൾ പരസ്പരം കുടുങ്ങിപ്പോകാറുണ്ട്. ഈ വശങ്ങൾ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുമ്പോഴും പ്ലേറ്റുകളുടെ മറ്റു ഭാഗങ്ങൾ ചലിക്കുന്നതിനാൽ വലിയ അളവിൽ മർദ്ദം അഥവാ ഇലാസ്റ്റിക് സ്ട്രെയിൻ ഉണ്ടാകും. ഈ പാറക്കെട്ടുകൾ വഴുതി നീങ്ങുന്ന ഭൂമിയുടെ പുറംപാളിയിലെ വിള്ളലുകളെയാണ് ഫോൾട്ടുകൾ അഥവാ ഫോൾട്ട് ലൈനുകൾ എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്ലേറ്റുകളുടെ ശക്തി അവയെ പിടിച്ചു നിർത്തുന്ന ഘർഷണ ബലത്തെ മറികടക്കുമ്പോഴാണ് വലിയ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ പ്ലേറ്റുകൾ ഫോൾട്ട് ലൈനിലൂടെ പെട്ടെന്ന് വഴുതി നീങ്ങുകയോ വേർപെടുകയോ ചെയ്യും. ഇതോടെ അടിഞ്ഞുകൂടിയിരുന്ന മുഴുവൻ ഊർജ്ജവും ഒരേ സമയം പുറത്തുവിടുകയാണ് ഉണ്ടാകുന്നത്. ഈ ഊർജ്ജം സീസ്മിക് തരംഗങ്ങളായി എല്ലാ ദിശകളിലേക്കും വ്യാപിക്കും. ഈ തരംഗങ്ങൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ ഭൂമിയുടെ ഉപരിതലം കുലുങ്ങുകയും അത് ഭൂകമ്പമായി അനുഭവപ്പെടുകയും ചെയ്യും. ഭൂകമ്പം എപ്പോൾ, എവിടെ, എത്ര തീവ്രതയിൽ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ ഇന്നും ശാസ്ത്രജ്ഞർക്ക് കഴിയാറില്ല. കാരണം ഒരു ഫോൾട്ട് ലൈൻ പെട്ടെന്ന് വഴുതിപ്പോകാൻ കാരണമാകുന്ന സങ്കീർണമായ ഭൂഗർഭ പ്രക്രിയകളെക്കുറിച്ച് പൂർണ്ണമായ ധാരണ ഇപ്പോഴും ലഭിച്ചിട്ടില്ല. കാലാവസ്ഥാ സംഭവങ്ങളിൽ കാണുന്ന മേഘങ്ങളോ കാറ്റിന്റെ മാറ്റങ്ങളോ പോലുള്ള വ്യക്തമായ മുന്നറിയിപ്പ് സൂചനകൾ ഭൂകമ്പങ്ങൾക്ക് സാധാരണയായില്ല. ചെറിയ ഭൂചലനങ്ങൾ അല്ലെങ്കിൽ മൃഗങ്ങളുടെ അസാധാരണ പെരുമാറ്റം പോലുള്ള സംഭവങ്ങൾ ചിലപ്പോൾ ഭൂകമ്പത്തിന് മുൻപ് കാണപ്പെടാറുണ്ടെങ്കിലും പലപ്പോഴും ഇവയ്ക്ക് പിന്നാലെ വലിയ ഭൂകമ്പമൊന്നും സംഭവിക്കാറില്ല. അതിനാൽ അവയെ വിശ്വസനീയമായ മുന്നറിയിപ്പുകളായി കണക്കാക്കാനാകില്ല. ഭൂമിയുടെ പുറംപാളിയുടെ ഘടന വളരെ സങ്കീർണമാണ്. ഭൂമിക്കടിയിൽ നിരവധി അദൃശ്യ ഫോൾട്ട് സംവിധാനങ്ങളുമുണ്ട്. ഇവ തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഏത് ഭാഗത്താണ് ആദ്യം സമ്മർദ്ദം പുറത്തു വിടുകയെന്നും കൃത്യമായി മനസ്സിലാക്കുന്നത് അതീവ ദുഷ്കരമാണ്. സാധാരണയായി ഭൂമിക്കടിയിൽ നിന്ന് നിരവധി കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പങ്ങൾ ആരംഭിക്കുന്നത്. നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് ആ ആഴങ്ങളിൽ രൂപപ്പെടുന്ന സാഹചര്യങ്ങളോ അവിടെ അടിഞ്ഞുകൂടുന്ന സമ്മർദ്ദത്തിന്റെ അളവോ നേരിട്ട് അളക്കാൻ കഴിയുന്നതല്ല. ചെറിയ ഭൂചലനങ്ങൾ ചിലപ്പോൾ അവിടെ തന്നെ അവസാനിക്കാം, അല്ലെങ്കിൽ വലിയതും വിനാശകരവുമായ ഭൂകമ്പങ്ങളായി മാറാനും സാധ്യതയുണ്ട്. ഇത് മുൻകൂട്ടി നിർണ്ണയിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇക്കാരണങ്ങളാൽ തന്നെ ഒരു ഭൂകമ്പം കൃത്യമായി ഏത് ദിവസമോ സമയത്തോ ഉണ്ടാകുമെന്ന് പ്രവചിക്കുന്നതിനേക്കാൾ ഒരു പ്രദേശത്ത് ദീർഘകാലയളവിൽ ഭൂകമ്പം ഉണ്ടാകാനുള്ള സാധ്യത കണക്കാക്കുന്നതിനാണ് ശാസ്ത്രജ്ഞർ പ്രാധാന്യം നൽകുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.